അവൻ ഒരു ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്തു. ദേ ആദിയേട്ടാ, പോകാൻ നോക്കിക്കേ, ആരെങ്കിലും കാണും. എന്തായാലും ഞാൻ ഇത്ര റിസ്ക് എടുത്ത് വന്നേയല്ലേ, സോ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുക. ദേ ആദിയേട്ടാ, വട്ട് പറയാതെ ഇറങ്ങിപ്പോയേ. പിന്നെ നിങ്ങളുടെ റിസ്ക് 2 മുറി അപ്പുറത്ത് ഇങ്ങ് വന്നതിനാണോ? പറച്ചിൽ കേട്ടാൽ തോന്നും മതിൽ ചാടി വന്നതാണെന്ന് എന്ന്. അയ്യോടാ, മോളുടെ പൂതി കൊള്ളാലോ. മതിൽ ചാടി വരുന്ന കാമുകൻ കൊള്ളാം. കഥയിലൊക്കെ നടക്കും, പക്ഷേ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോടാ, എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെ ഒരു കാമുകനായിരുന്നു ഉള്ളത്. ആഗ്രഹിച്ചത് ബിരിയാണി, കിട്ടിയത് പയങ്കഞ്ഞി. മോൾ കൂടുതൽ പുച്ഛിക്കല്ലേ. പയങ്കഞ്ഞിയുടെ പവർ അറിയാത്തോണ്ടാ ആണ് മോൾ അതിനെ പുച്ഛിക്കുന്നേ. എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ. ആദിയേട്ടൻ ഇറങ്ങിപ്പോയേ. ചെല്ല്, പോയി കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കം വരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഉറങ്ങും, നിന്നെ കെട്ടിപ്പിടിച്ച്. അറിയാലോ ആദി കേശ്യനെ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. നിഹക്ക് അവൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല. വാ കിടക്കാം. അപ്പോൾ തീരുമാനത്തിന് മാറ്റമില്ല അല്ലേ? ഇല്ല. ഓ, മര്യാദയ്ക്ക് രാവിലേക്ക് മുൻപേ എണീറ്റ് പോയില്ലേ എൻ്റെ സ്വഭാവം മാറും. നോക്കിക്കോ, ആലോചിക്കാം. വിത്ത് ഹിസ് ക്ലോസ് അപ്പ് ചിരി. നിങ്ങളുടെ ഇളി കാണുമ്പോൾ എനിക്ക് കലി കയറുന്നു. ചൊറിയൻ പുഴു. എൻ്റെ ചിരിയെ കുറ്റം പറയാൻ നീ ആരാടി കുട്ടിപ്പിശാശേ? നീ പോടാ ചൊറിയൻ പുഴു. മൂത്തവരോട് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നുവോ നീ? അവൻ ആ കൈ പിടിച്ചു തിരിച്ചു. ആ വിടടോ, മിണ്ടാതെ ഇരിക്കടി കുട്ടിപ്പിശാശേ. ആദി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കിടന്നു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഉറങ്ങിക്കോ. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. അവൻ നോക്കിയപ്പോൾ നിഹ കരയുകയായിരുന്നു. എന്തു പറ്റി നിഹ? ആദിയേട്ടാ. എന്താ വാവേ, പറ. അവൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ആദിയേട്ടാ, ഐ ലവ് യു സോ മച്ച്. ഇന്ന് എനിക്ക് ആദിയേട്ടനാണ് ഏറ്റവും വലുത് ഈ ലോകത്തിൽ. ഇന്ന് ഏട്ടൻ്റെ നെഞ്ചോട് ചേർന്നപ്പോൾ, ഏട്ടൻ എന്നെ തലോടിയപ്പോൾ, എന്നോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും അമ്മയുടെയും വാത്സല്യം തിരിച്ചു കിട്ടിയതുപോലെ. ബിസിനസ് പ്രമുഖരായ അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം ചിലവഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഏട്ടൻ അറിയാവോ, ഇന്ന് വരെ അവർ എന്നോട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. അവർക്കും എന്നു പണമായിരുന്നു മുഖ്യം. പണം മാത്രം. എല്ലാ കുട്ടികളും അച്ഛന്മാരുടെ കൈ പിടിച്ച് ആനിവേഴ്സറി കാണാൻ വരുമ്പോൾ എന്നെ കൊണ്ട് പോയിരുന്നത് വീട്ടിലെ ജോലിക്കാർ. എൻ്റെ തോമസ് ഏട്ടൻ ഒരു വലിയ ഇരുനില വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥ. അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. പുറകെ നിന്ന് നോക്കുന്നവർക്ക് ഞാൻ വലിയ ഭാഗ്യവതിയായിരുന്നു. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ദേഷ്യത്തിൻ്റെ മുഖമുടി അണിഞ്ഞത്. വല്ലാത്ത ഡിപ്രഷൻ. അതിൽ നിന്നും എല്ലാം കരകയറ്റിയത് എൻ്റെ ആദുവാണ്. പിന്നെ എൻ്റെ രുദ്രേട്ടനും ദേവൻ അച്ഛനും ദേവി അമ്മയും. അവർ എന്നെ തേടിയെത്തിയപ്പോഴത്തേനും ഞാൻ ഡിപ്രഷൻ്റെ മൂർത്താക്കിയ അവസ്ഥയിലായിരുന്നു. അവരാണ് എന്നെ ഡിഗ്രിക്ക് കൊണ്ട് ചേർത്തിയത്. അവിടെ നിന്നാണ് എൻ്റെ ആദുവിനെ കിട്ടിയേ. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഒരു ചിരിക്കുന്ന മുഖത്തിന് പിന്നിലും കരയുന്ന 1000 മനസ്സുണ്ടെന്ന്. ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ ഏട്ടാ. ആദി എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി. തൻ്റെ പ്രാണൻ അനുഭവിച്ച ഒറ്റപ്പെടൽ എന്തുമാത്രമായിരുന്നു അവളുടെ വാക്കുകളിൽ നിന്നും അവന് മനസ്സിലാക്കി. അതെ, പണത്തിന് പുറകെ പോകുമ്പോൾ ആരും അറിയുന്നില്ല അതിൻ്റെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ. ഒരു ഇറ്റ് സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ. അവരെ ചേർത്ത് നിർത്തുക. അവർ നമ്മുടെ മക്കളാണ്.
അവർ കുഞ്ഞു പ്രായത്തിൽ ഡിപ്രഷനിലേക്ക് തള്ളിവിടാതെ ഇരിക്കുക. വാവേ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ ജീവിതാവസാനം വരെ. അവൻ അവളെ മുറുകെ പുണർന്നു. അവളുടെ നെറുകയിൽ ചുണ്ട് പതിപ്പിച്ചു. അവൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ തൻ്റെ അച്ഛൻ്റെ ചൂടേറ്റ് ഉറങ്ങുന്നത് പോലെ അവൻ്റെ ചൂടിൽ മയങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ആദുവിന് ശരീരത്തിനൊരു ഭാരം അനുഭവപ്പെട്ടു. അവന് കണ്ണു ചിമ്മി തുറന്നു നോക്കിയപ്പോൾ അവൾ രുദ്രൻ്റെ കൈക്കുള്ളിലാണ്. അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഒരു കൗതുകത്തോടെ അവൻ്റെ വളർന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിലേക്കും കുഞ്ഞു കണ്ണുകളിലേക്കും പുരികങ്ങളിലേക്കും കണ്ണുകൾ പായിച്ചു. അവൾ അവൻ്റെ കണ്ണിൽ ചുംബിച്ചു. ദൈവമേ, ഈ കാലൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എണീറ്റല്ലോ. ഇന്നലെ മുടങ്ങി പോയ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് മോർണിംഗ് ആക്കും. വിശ്വസിക്കാൻ കൊള്ളില്ല ഈ കള്ളക്കാലനെ. അവൾ ആ കൈകളിൽ നിന്നും തല ഊരാൻ നോക്കി. നോ രക്ഷ. ചെക്കൻ ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചു വെച്ചേക്കുന്നു. അവൻ കണ്ണു തുറക്കാതെ തന്നെ ഇത് എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവ കണ്ണടച്ച് കിടന്നോണ്ട് തന്നെ അവളോട് കാര്യം പറഞ്ഞു. എവിടെ പോവാനാ യക്ഷിപ്പെണ്ണേ, ഈ വെളുപ്പൻ കാലത്ത്? കാലൻ ഉണർന്നിരുന്നോ? എന്നിട്ട് ആണോ എന്നെ പിടിച്ചു വെക്കുന്നേ? വിടടോ എന്നെ. അയ്യോടാ, ഇപ്പോൾ അങ്ങനെയായോ? ഇന്നലെ രാത്രി ഏതോ നഗ്നം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ആരാ എൻ്റെ മേത്ത് വലിഞ്ഞു കയറിയേ? അത് അവൾ കിടന്നു വെക്കി. നിന്നോട് വിൽക്കാൻ പറഞ്ഞില്ല. ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. പറയാം. അവൻ ഒറ്റ കുഞ്ഞിപ്പിന്ന് അവളെ അടിയിൽ ആക്കി. മര്യാദയ്ക്ക് വേഗം പറഞ്ഞോ. അത് ഞാൻ അപ്പോൾ അറിയാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? നമുക്ക് ഫസ്റ്റ് മോർണിംഗ് തുടങ്ങിയാലോ? അയ്യോടാ, അങ്ങോട്ട് മാറിക്കേ. അവൾ അവനെ തള്ളി മാറ്റി ബാത്റൂമിൽ കയറി. ഒരുമ്മയെങ്കിലും താടി യക്ഷി. ആലോചിക്കാം. അല്ലേലും എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ട് ഞാൻ ഇങ്ങനെ മൂത്തു നിരച്ച് നിൽക്കുന്നു. ഞാൻ പറഞ്ഞോ നിൽക്കാൻ? അപ്പോൾ നിനക്ക് പ്രോബ്ലം ഇല്ലേ? ഞാൻ നിങ്ങളുടെ അല്ലേ കാലൻ? പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ മോൾ ആയിക്കോ പൂർണ്ണമായും. എപ്പോഴോ റെഡി. മുറി സൗണ്ട് പ്രൂഫ് ആയോണ്ട് ആണ് ട്ടോ ഇവർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത്. അവൻ ഒന്നും കൂടി ചിരിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ജിമ്മിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം കണ്ണു തുറന്നു നോക്കിയ നിഹയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളെ പുതപ്പിച്ച് കിടത്തി അവൻ ആ മുറി വിട്ട് ഇറങ്ങുകയായിരുന്നു. അവൾ ഒന്നും കൂടി പുഞ്ചിരിച്ച് അവളുടെ ഉടുപ്പിൽ താങ്ങി നിന്ന ആദിയുടെ പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും ഇടകലർന്ന മണം നിശ്വാസം ഉറക്കത്തിലേക്ക് വീണു. രുദ്രൻ വിയർത്തു കുളിച്ച് ജിമ്മിൽ നിന്നും വന്നതും ആദു ഫ്രഷ് ആയി വന്നതും ഒരുമിച്ചായിരുന്നു. ആദു വിചാരിച്ചത് രുദ്രൻ റൂമിലില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ ബാത്ത് ടവൽ ചുറ്റിയാണ് ഇറങ്ങിയത്. അത് രുദ്രൻ ആദുവിനെയും കണ്ണിമക്കാതെ നോക്കി നിന്നു. രുദ്രൻ വിരിനെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളി ഒലിച്ചിറങ്ങി. കൂടാതെ അവൻ്റെ വളർന്ന നെറ്റിയിലേക്ക് കിടക്കുന്ന മുടിത്തുമ്പിൽ നിന്നും വിയർപ്പ് ഒഴുകിയിറങ്ങി നാസികത്തുമ്പിൽ തട്ടി ചിന്നിച്ചിതറി. അവൻ്റെ നഗ്നമായ വെളുത്ത നെഞ്ചിൽ രോമക്കാടുകളിൽ ആ രുദ്രാക്ഷമാല ഒന്നും കൂടി എടുത്തു കാണിച്ചു. അവൾ അവൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവനെ കഴുത്തിൽ പറ്റിച്ചേർന്ന് വിയർപ്പ് നിറഞ്ഞ രുദ്രാക്ഷമാല ചുണ്ടുകൊണ്ട് കടിച്ചെടുത്ത് നുണഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുകി. അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ അവളുടെ ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ നെറ്റിയിൽ തുടങ്ങി നെഞ്ചിൽ അവരെ ഒരു ഇഞ്ച് സ്ഥലം വിടാതെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. അത്രമേൽ അവനോട് ചേർന്നിരിക്കുന്ന അതിനോട് അസൂയയും സ്വാർത്ഥതയുമായിരുന്നു അവൾക്ക്. അവൻ അവളെ കൗതുകത്തോടെ നോക്കി. അവൻ അവളെ തള്ളി മാറ്റി. അവൾ അവനെ ചുംബിച്ച്
തോണം അവനെ നോക്കി പരിഭവിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ അവളെ തള്ളി ബെഡിലേക്കിട്ടു. അവൾ എണീക്കുന്നതിന് മുമ്പ് അവളിലേക്ക് അമർന്നു. അവളുടെ കൈകൾ മേൽ അധികാരം സ്ഥാപിച്ചു. അവൾ ഒരു വാശ്യമായ പുഞ്ചിരിയോടെ ഉയർന്നു അവൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തി. അവളുടെ ചുണ്ടുകൾ അവസരം നൽകാതെ അവൻ്റെ ചുണ്ടുകൾ അതിനെ പൊതിഞ്ഞു. അവൾ ഒന്നും ചിരിച്ചുകൊണ്ട് ആ ചുംബനം അതിൻ്റെ കാഠിന്യം ഏറുന്നതിന് മുമ്പേ അവനെ തള്ളി മാറ്റി. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. എൻ്റെ പിറകെ നടന്നിട്ട് കാര്യമില്ലടാ കൊച്ചു കള്ളനെ. എടാ എടാ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. അവനെ പുറകിലേക്ക് തള്ളി അവൾ പാടിക്കൊണ്ടേയിരുന്നു. അവളുടെ തലയിൽ നടന്ന് ടവൽ അയിഞ്ഞു താഴേക്ക് വീണു. അവനും അതുപോലെ അവളെ പുറകിലേക്ക് തള്ളി പാടി. ഇഷ്ടമാണോടി? അവൾ ചുമരിൽ തട്ടി നിന്ന്. അവൻ്റെ കൈകൾ ആ ബാത്ടബിൽ എത്തി നിന്നതും അവൾ അവനെ തള്ളി മാറ്റി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. മോൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പാടിക്കോ. എൻ്റെ പൊന്നു കാലൻ, മര്യാദയ്ക്ക് ഓഫീസിൽ പോകാൻ നോക്ക്. ഇപ്പോൾ ഒന്നും നടക്കാൻ പോണില്ല. രാത്രിയായി നോക്കാം. എനിക്കറിയാടി പുല്ലേ. ഓ, കാലൻ യക്ഷിപ്പെണ്ണെ കാത്തിരുന്നോ നമ്മുടെ പ്രണയം പരിപൂർണതയിൽ എത്തിക്കാൻ. അവളിൽ നിന്നും നാണത്തിൽ കുതിർന്ന ഒരു ചിരിയും ആ ചുമരിൽ തട്ടി അവൻ്റെ ചെവിയിലേക്ക് കുത്തിക്കയറി. അപ്പോഴത്തേക്കും ഡ്രസ് മാറി ഇറങ്ങി വന്നു. രുദ്രേട്ടാ, ഇപ്പോൾ തന്നെ സമയം വൈകി, വേഗം പോവാൻ നോക്ക്. അവൾ പോകാൻ പോയതും അവളെ അവൻ്റെ അടുക്കിലേക്ക് വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവളുടെ കൈകൾ അവൻ്റെ തോളിൽ കൂടി ചുറ്റി. ആരെയും മയക്കുന്ന ആ ചിരിയോടെ അവൻ ആദൂനെ നോക്കി. ഏട്ടാ, ദേ ഡ്രസ്സൊക്കെ ചുളുങ്ങും. എന്നെ വിട്ടേ. ഏക, നിന്നോളം പ്രിയപ്പെട്ടതൊന്നും എനിക്കില്ല ഈ ലോകത്തിൽ. ഇല്ലെന്ന് നിനക്കറിയാലോ. പിന്നെ ഈ 1500 രൂപയുടെ ഷർട്ട് ചുളിയാൽ എനിക്ക് പുല്ലാണ്. അപ്പോൾ എനിക്കുള്ള പതിവ് പോരട്ടെ യക്ഷിപ്പെണ്ണെ, അവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ ചുണ്ടിൽ കണ്ണു പൊളിയിൽ നാസികത്തുമ്പിലെല്ലാം മുത്തമിട്ടു. ആ ചുംബനങ്ങൾ ആയിരുന്നു അവൻ്റെ ശക്തി. ഓരോ ഇടത്തും പതിയുന്ന ചുംബനങ്ങൾക്ക് അവരുടേതായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവൻ തിരികെ അവളുടെ നെറ്റിയിൽ സിന്ദൂര കയ്യിൽ ചുണ്ടുകൾ ആർപ്പിച്ചു. ഏക, പോയിട്ട് വരാട്ടോ. വേഗം വാ രുദ്രേട്ടാ, ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താ? അതല്ലേ പറഞ്ഞ് സർപ്രൈസ് എന്ന്. ഓ ആയിക്കോട്ടെ. പിന്നെ നീയും നിഹയും ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. എന്നു മുതലാണ് എന്ന് തീരുമാനിച്ചില്ല. പറയാം. എന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ കൂടി റൊമാൻസിക്കാകാൻ. അയ്യോടാ, ഒന്ന് പോയേ. ഓ, ടേക്ക് കെയർ യക്ഷിപ്പെണ്ണേ. ഓക്കെ. അവൻ കാറിൽ കയറിപ്പോയി. സർപ്രൈസ് പ്ലാൻ ചെയ്യാനായി ആദിയെ വിളിക്കാൻ പോയ ആദു അവിടത്തെ കാഴ്ച കണ്ട് ഞെട്ടി.